നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം, സ്വാഗതം ചെയ്യാം. ദിയ, വെൽക്കം. സന്തോഷം കണ്ടതിന്. യെസ്, പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? തീർച്ചയായിട്ടും ഭയങ്കര ഒരു ബിസി ലൈഫിൽ ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇത് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ട്രെൻഡായിട്ട് പാൽക്കപ്പ എന്നൊക്കെ പറഞ്ഞു പോകും. ആക്ച്വലി ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു വെസ്റ്റേൺ ഡിഷായ പൊട്ടറ്റോ മാഷ് ആണ്. ശരിക്കും പൊട്ടറ്റോ എല്ലാ യൂറോപ്യൻ ഡിഷിന്റെ കൂടെ അല്ലെങ്കിൽ സ്റ്റേക്ക് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഒരു ഡിഷിന്റെ കൂടെ അവരൊരു പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്ത് മാഷ് ആക്കിയിട്ട് ബട്ടറിൽ ക്രീമൊക്കെ ചേർത്തിട്ട് കൊണ്ടുവരുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടമാണത്. അതിന്റെ ഒരു വേർഷനിൽ ടപ്പിയൊക്കെ നമ്മുടെ കസാവ അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറയുന്ന ചീനി, മരച്ചീനി, പൂള്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരാണ്. അപ്പോൾ ഈ സാധനം കപ്പ എന്ന് പറയുന്ന മലയാളികളുടെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആണ്. സാധാരണ എന്താ ചെയ്യുക, തടുക്കയൊക്കെ അടിച്ചിട്ട് കപ്പ താളിച്ചത് അല്ലെ കപ്പ പുഴുക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഇത് കുറച്ചുകൂടെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഒരു മൈൽഡ് കറി, അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു മീറ്റ് കറിയോ ഫിഷ് കറിയോ അല്ലെങ്കിൽ എന്തിൻ്റെയും കൂടെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് വേറെ എന്തെങ്കിലും കറിയുടെ കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡംപ്ലിങ്സ് അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷ് പ്ലസ് ആ ഒരു രീതിയിൽ ഒരു വേർഷൻ ആയിട്ട് വന്നതാണ്. അപ്പൊ ആ ഒരു ഡിഷാണ്, വളരെ സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. കപ്പ നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് കുറച്ച് വെച്ചു, ബോയിൽ ചെയ്ത് സാൾട്ട് മാത്രം ഇട്ടു. പിന്നെ ഇതിനെ ബട്ടറിലാണ് നമ്മൾ സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടറിൽ ഫ്ലേവർ ചെയ്യുന്നു. പിന്നെ കോക്കനട്ട് മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും വത്തലമുളകും ഇതൊക്കെ ഇട്ടിട്ട് ഒരു തടക്കും കൂടെ അടിച്ചിട്ടുള്ള സിമ്പിൾ ഡിഷ്. അത് ഇന്ന് ആ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദിയയുടെ കുറേ വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ ദിയയുടെ തീർച്ചയായിട്ടും. അപ്പൊ ദിയയുടെ 2024 എങ്ങനെയാണ് കാണുന്നത്? ലാസ്റ്റ് 2-3 ഇയേഴ്സ് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര അല്ലേ, കോവിഡ് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് 2023 നന്നായിട്ട് 2023 ഒന്ന് ഓക്കെ ആയി. ഇനി വരുന്നതൊക്കെ ഇനി ഹോപ്പുള്ള ഇയേഴ്സ് ആണ് അല്ലേ? അപ്പൊ അത് എങ്ങനെയാണ് ദിയ കാണുന്നത്? 2024 എന്താണ് നെക്സ്റ്റ് 2 ഇയേഴ്സ്? ഒരു ഷോർട്ട് ടൈം പ്ലാൻസ് ഉണ്ടാവുമല്ലോ, അതുപോലെ ലോങ് ടൈം ഗോൾസ് ഉണ്ട്. അത് നമ്മൾ എടുത്ത് പറയണ്ട. ഈ ഷോർട്ട് ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് 2024 എങ്ങനെ? ഇപ്പം എൻ്റെ പ്രൊജക്ട്സുകൾ സ്റ്റാർട്ടായി. തമിഴ് മൂവിയാണ്. ഡയറക്ടർ രാം സാറിന്റെ വർക്കാണ്. മിർച്ചി ശിവ ഹീറോ ആയിട്ട്. അപ്പൊ അതിൽ ഞാനും നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളം മൂവീസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ നാളെ ഒരു പുതിയ പടം തുടങ്ങുന്നു യോഗി ബാബു സാറിന്റെ കൂടെ. ആ സന്തോഷം, നമ്മളും ആ സന്തോഷത്തിൽ പങ്കുചേരും. അതെവിടെയാണ് ഷൂട്ടിംഗ് ഒക്കെ? കാലടി. അപ്പൊ എനിക്കും ഇവിടുന്ന് ഈ നല്ല ഫുഡും കഴിച്ച് ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പൊ ഈ ലൊക്കേഷനിലൊക്കെ എപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ മാറി എല്ലാ ഭാഷയും ഇപ്പൊ തമിഴിലൊക്കെ അഭിനയിച്ചു, അവിടെയൊക്കെ പോയി പലതരം. അപ്പൊ ഓരോ ലൊക്കേഷന്റെ വ്യത്യാസം ഉണ്ടല്ലോ, കേരള ഇൻഡസ്ട്രി അതേപോലെ മോളിവുഡ്, കോളിവുഡ്, അങ്ങനെ ഡിഫറൻസ്. അതെങ്ങനെയാണ് ഫീൽ? നമ്മൾ വായിച്ചൊക്കെ കേട്ടുള്ളതാണ്. ഹൗ യു ഫീൽ? അവിടുത്തെ എക്സ്പീരിയൻസ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൗ യു അതിന്റെ ഒരു എന്താണ് ഡിഫറൻസ് ഫീൽ? അല്ല, എല്ലാം ഇൻട്രസ്റ്റ് നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലി പോലെയാ. അതെ, നമ്മള് ഇപ്പൊ ഇവിടെ വന്നാലും എനിക്കൊരു ഫാമിലിയാണ്. ഞാൻ ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും എൻ്റെ ഒരു വലിയ ഫാമിലിയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ കുറച്ചും കൂടി റെസ്പെക്ട് കൂടും ആളുകൾക്ക്. ഒരു അമ്മ അങ്ങനെ റെസ്പെക്ട് ചെയ്ത് നമ്മളെ കൊണ്ടുപോകണം. ഫുഡിയാണോ? ആണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ഡയറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും എവിടേക്കോ ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ കട്ട് ചെയ്ത് പോകും. ഓക്കെ, ഒരു ഫുഡി എന്ന നിലയിൽ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്ത ഒരാളാണ്. അപ്പം ബേസിക്കലി ഒരു നമ്മുടെ കേരള ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അതുപോലെ വ്യത്യസ്തമായിട്ട് പല ക്യൂസീൻസ് പല രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ഫുഡിൻ്റെ കൾച്ചറിൽ ഇപ്പം മൾട്ടിപ്പിൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഓക്കെ എനിക്ക്, അതായത് ഡയറ്റ് ഒന്നുമില്ല, ഒരു ചീറ്റ് ഡേ ആണ്, എവിടെ ഏത് ക്യൂസിൻ ചൂസ് ചെയ്യും? അല്ലെങ്കിൽ നാടൻ ഒരു മീൻകറി അത് കഴിക്കണോ, അല്ലെങ്കിൽ ഊണ് കഴിക്കണോ, ബിരിയാണി കഴിക്കണോ, അതല്ലെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ ജപ്പാനീസ്? എന്താണ് ഒരു ഫേവറേറ്റ് ക്യൂസിൻ ദിയയുടെ? എന്താണ് ഫേവറേറ്റ് ഫുഡില്ല, എനിക്ക് ഇങ്ങനെ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിലത് നിൽക്കും. അതെ, അങ്ങനെയുള്ള കുറേ ഫുഡുകളുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മ ഭയങ്കര നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആള്. അത് കോഴിക്കോട് നാടൻ ടൈപ്പ് ഓഫ് ഫുഡുകളൊക്കെയാണ്. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ദിവ്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവള് നന്നായിട്ട് ഇങ്ങനെ അറേബ്യൻ ഫുഡ്സ്
അവിടെ ദുബായിലാണല്ലോ അവള്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാൽക്കപ്പ, അത് എനിക്ക് തോന്നുന്നു എന്റെ ഇത്ര ഇയേഴ്സിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് കഴിക്കുന്നത്. ഒരു 1 ടൈം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കഴിച്ചപ്പോൾ ആ ടേസ്റ്റ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? കോഴിക്കോടുകാരിയാണ്. കോഴിക്കോട് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ബിരിയാണി. അത് ഫസ്റ്റ് അത് ബിരിയാണി, അത് കഴിഞ്ഞാൽ വീട്ടില്. പക്ഷെ വീട്ടില് ബിരിയാണി എന്റെ ഫാമിലിയിൽ ഈ കണ്ണുവെച്ച് പത്തിരിയൊക്കെ, കണ്ണുവെച്ച പത്തിരിയാണ്. അതൊക്കെ പത്തിരി പലതരം. പത്തിരിക്കാണെങ്കിൽ ഒരു 100 കണക്കിന് പേരുണ്ട്. ടയറ് പത്തിരി മുതൽ അതൊക്കെ അറിയാലോ, പത്തൽ പത്തിരികള്, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ വേറെ വേറെ പേരുകളാണ്. അങ്ങനെയുള്ള കുറെ. പിന്നെ നമുക്ക് കല്യാണമൊക്കെ ആവുമ്പോ ആ ഭാഗത്തെല്ലാം രാവിലെ ഒരുവിധം ഒരു ഫുഡല്ല, അങ്ങനെ കണ്ണുവെച്ച് പത്തിരി, ചിക്കൻ, പിന്നെ മുട്ടമല, മുട്ട അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കും. അയ്യോ, ബീച്ചിലൊക്കെ പോയി പക്ഷെ ഒരു ടൈമാണ് നമുക്ക് ഇപ്പൊ ലാസ്റ്റ്. എപ്പോ ചെന്ന് കഴിഞ്ഞാലും കോഴിക്കോട് ആരെങ്കിലും എന്താ വേണ്ടെന്ന് വെച്ചാൽ ആദ്യം കല്ലുമ്മക്കായ, പക്ഷെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. സോ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ശരിക്കും കപ്പ ആദ്യം പറഞ്ഞു ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിനകത്ത് മഞ്ഞപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഇതൊരു വൈറ്റിഷ്, അതിൻ്റെ ആ ഒരു നാച്ചുറൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാം, കുറച്ച് ബട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മാഷ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഷിൻ്റെ അതേ മെത്തേഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കുറച്ച് ബട്ടറിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാകും. അപ്പോൾ ബട്ടറും തേങ്ങാപ്പാലും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. മറ്റത് ശരിക്കും പൊട്ടറ്റോ പ്ലസ് ക്രീം ആൻഡ് ബട്ടറാണ്. അതൊരു സിംഗിൾ ക്രീം യൂസ് ചെയ്യും, ചിലപ്പോൾ ഡബിൾ ക്രീം യൂസ് ചെയ്യും. വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പരീക്ഷിക്കാൻ വീട്ടിൽ ക്രീമൊക്കെ ഉള്ളതാണ്, ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ ഈ കോക്കനട്ട് മിൽക്കിനോടൊപ്പം കുറച്ച് ക്രീം കൂടെ ആഡ് ചെയ്ത് ചെയ്യാം. അതുപോലെ ഈ പൊട്ടറ്റോ കുറച്ച് ഇതിനകത്ത് ഒരു ബൈൻഡിങ് ടേസ്റ്റ് കിട്ടാനായിട്ട് കപ്പ ഒരു 70% ആക്കിയിട്ട് ഒരു 30% പൊട്ടറ്റോ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനാണെങ്കിൽ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ആഡ് ചെയ്യാം. അങ്ങനെ പല തരത്തിൽ ഇതിൻ്റെ വേർഷൻസ്. ഓക്കെ, അപ്പോൾ ബട്ടറിൽ ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നു. എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ കഥകൾ മാത്രം കേൾക്കാനാണ് താല്പര്യം. അപ്പോൾ ഇത് ബട്ടറിൽ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് പാലിട്ട് ഇതിനെ കുറുക്കിയെടുക്കും. ദെൻ ലാസ്റ്റ് നമ്മൾ ടെമ്പർ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ചെറിയ ഉള്ളി, വത്തൽമുളക്, കറിവേപ്പില, കടുക്. ദാറ്റ്സ് ഇറ്റ്. അത്രയും ഈസിയാണ്. പക്ഷെ ഈസി എന്ന് വെച്ചാൽ കപ്പ ഇതേ രീതിയിൽ കിട്ടാൻ കുറച്ച് പ്രീ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. കപ്പ ക്ലീൻ ചെയ്യുക, ഒരു അതല്ല, കപ്പ തൊലി പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ നടുക്കത്തെ ആ കംപ്ലീറ്റ് ആ ഒരു സീഡ് അതിൻ്റെ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം. കാരണം ഇത് പല ആൾക്കാരും പല റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് ഈ കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ വേര് ഇതൊക്കെ വരും. ബട്ടറിനകത്ത് ഇതിനെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വയറ്റി. അപ്പോൾ ആ ഒരു ചെറുപ്പം മുതലേ ഇഷ്ടമാണോ കുക്കിംഗ്? ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു കുക്കിംഗ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലുള്ളൊരു ഇഷ്ടമായിരുന്നു. പിന്നീട് അതൊരു കണ്ടുപിടിച്ച് വരുമ്പം കുക്കിങ്ങിനോട് അത്ര പാഷൻ ആയതുകൊണ്ടല്ലേ ആ ഒരു. തീർച്ചയായിട്ടും അതൊരു പാഷൻ. പിന്നീട് നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ താല്പര്യം ആദ്യത്തെ അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഇതിനകത്ത് സ്കില്ലുണ്ടോ തിരിച്ചറിഞ്ഞു. പിന്നീട് അതിനെ എങ്ങനെ നമ്മുടെ ഒരു പ്രൊഫഷനാക്കി മാറ്റി. അതിപ്പോൾ ഓൾമോസ്റ്റ് വീണ്ടും അതൊരു കുഴമ്പ് പരുവത്തിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു ലെവലിലേക്ക് എത്തുന്നു. ചില പൊടിക്കൈകൾ കേൾക്കാറുണ്ട് നമ്മള്. എത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും അതിലെല്ലാം കഴിഞ്ഞിട്ട് ഒരു മിക്സിംഗ് ഉണ്ട്. അതെ, ഒരു ഫൈനൽ സീസണിങ് എന്നൊക്കെ പറയും ഷെഫ്സിന്റെ. അത് അങ്ങനെ എന്തെങ്കിലും അത് ഈച്ച് ഡിഷായിട്ട് നമ്മൾ ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഞാനിപ്പോൾ ഈ നിർവാണ എന്ന് പറഞ്ഞൊരു ഡിഷ് ഭയങ്കരമായിട്ട് പോപ്പുലറായി. അപ്പോൾ അതിനെ ഓരോ സമയത്തും അതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ അത് വെറും ഉപ്പും കുരുമുളകും ഇഞ്ചി കറിവേപ്പില മാത്രമായിരുന്നു. പിന്നീട് അത് മാങ്ങ വരുന്നു, അതിനകത്ത് കുറച്ചുകൂടെ തേങ്ങ കുത്തു വന്നു. പിന്നീട് കുറച്ച് അതിനകത്ത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ R&D ചെയ്തുകൊണ്ടിരിക്കും. R&D ചെയ്ത് ഇപ്പോൾ പുതുതായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തർ ഇത് ഇപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. നമ്മളതിനെ എങ്ങനെ ബെറ്റർ ആക്കാം, ഓവറായിട്ട് ഡൊമിനേറ്റ് ചെയ്യേണ്ട, ആ ഫ്ലേവറിനെ മാറ്റാണ്ട് അതിനെ ആ നാച്ചുറൽ ബ്യൂട്ടിയിൽ ആ നാച്ചുറൽ ടേസ്റ്റിനകത്ത് എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്ന് അതിൻ്റെ ടെക്സ്ചറിലും കാര്യത്തിലൊക്കെ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിഷിലും. അപ്പോൾ അത് ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാണ്? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു കേരള ഭക്ഷണമാണ്. എനിക്ക് കേരള ഭക്ഷണം നമ്മുടെ ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ചോറ്, ഒരു തോരൻ, ഒരു പുളിശ്ശേരി, ഒരു മീൻ പൊരിച്ചതോ മീൻ കറിയോ ഉണ്ടെങ്കിൽ ഐ ആം വെരി ഹാപ്പി. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് നല്ല അപ്പം, അതിൻ്റെ കൂടെ ഒരു മുട്ടക്കറി അല്ല മുട്ട റോസ്റ്റ്. അതൊരു താറാമുട്ടയാലോ കോഴിമുട്ടയാലോ പുഴുങ്ങിയിട്ട് ഒരു ഉള്ളി മസാലയൊക്കെ ഇട്ട് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡിന്നർ ഓഫ് കോഴ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതിപ്പം കേരള ഫുഡാണ് എൻ്റെ ഒരു മോസ്റ്റ് പ്രയോറിറ്റി. പിന്നെ നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് എന്താണോ അത് കഴിക്കാൻ നോക്കും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കഴിക്കുക. ഇത് ഏകദേശം നല്ലൊരു ടെക്സ്ചറിലെത്തി. തേങ്ങാപ്പാൽ ആഡ് ചെയ്യാണ്. ബട്ടറിൽ ഇത് കുക്കാവും. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഇതിൻ്റെ ഒരു തടുക്ക ലേശം
ബ്ലാക്ക് പെപ്പർ, ജസ്റ്റ് ആ തേങ്ങാപ്പാലിനകത്ത്. വേറെ അധികം ഫ്ലേവർ ഒന്നുമില്ല. ആ പാലും ആ ബട്ടറും അതുപോലെ കപ്പയും കൂടെ ചേർന്നൊരു സംഭവമാണ് ഇതിന്റെ ഒരു മെയിൻ ടേസ്റ്റ്. ഇതിലേക്ക് തന്നെയാണോ നമ്മളെ ചിക്കൻ? അല്ല, അത് എങ്ങനെ വേണേലും ചെയ്യാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ ഇതൊരു ചോറിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആണ്, അല്ലെങ്കിൽ ചപ്പാത്തി ബ്രെഡിന് പകരമുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. കറീസ് ആ ഒരു രീതിയിലാണ്. പിടി കോഴിക്കൊറി എന്ന് പറയും. അപ്പൊ പിടിയൊക്കെ ഇതേപോലെ ഒരു കളറിൽ നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് ഗാർലിക്കും ഇതൊക്കെ വെച്ചിട്ട് ചെറിയ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പിടിയോ. കുഞ്ഞു പിടി. ഓ, അടിപൊളി. ഈ പിടിയൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കോഴിക്കോടുകാരുടെ ഞാൻ പക്ഷെ ആക്ച്വലി ഇങ്ങനെ വൈറ്റ് മിക്സ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുക. എല്ലാം കൂടെ തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കനും കൂടെ ചിക്കൻ കറി പോലെ ചെയ്യും. എന്നിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് അരിപ്പൊടിയിൽ മറ്റേ നമ്മൾ കുഞ്ഞു കുഞ്ഞു പിടി പോലെ ചെയ്തിട്ട് ഇതെല്ലാം ആവിയിൽ സ്റ്റീം പോലെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്യും. കുറച്ച് സ്പൈസി ആയിട്ടാണ്. 2-3 തരത്തിൽ ആളുകൾ ഇത് ചെയ്യും. പിടിയൊക്കെ ഇപ്പൊ കോട്ടയത്താണ് എൻ്റെ ഏറ്റവും, ഈ കോട്ടയം, ഇടുക്കി, അതുപോലെ വയനാട്ടിലൊക്കെ ഉണ്ട് പിടി. അവരെല്ലാവരുടെ ഒരു ഫാമിലി ഡിഷാണിത്. അതുകൊണ്ട് ആ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നും കൂടെ പറയും. ഇത് തീർച്ചയായിട്ടും ഈ പിടിയൊക്കെ ഉണ്ടായി കഴിക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു പഴയ കുടുംബത്തിൽ 4-5 പേര് ഇരുന്നിട്ട് പെണ്ണുങ്ങൾ എല്ലാവരും ഇരിക്കും, ആണുങ്ങൾ ഉൾപ്പെടെ മാവൊക്കെ ഒരാൾ കുഴയ്ക്കും. എന്നിട്ട് എല്ലാവരും ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് തുടങ്ങും. ഒരു 2 മണിക്കൂർ കൊണ്ട് ചെറിയ ചെറിയ പിടി ഉണ്ടാക്കി ഒരു 10-500 പിടി ഉണ്ടാക്കും. എന്നിട്ട് വലിയ ചരുവത്തിനകത്ത് ഇത് വേവിച്ച് 2 കോഴിയോ അല്ലെങ്കിൽ ഒരു 4-5 കിലോ പോത്തൂടൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ആ ഒരു ഫാമിലി മൊമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതിനൊന്നും ആർക്കും സമയമില്ല, ഒറ്റയ്ക്കൊട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബിസി പീരീഡ് കഴിഞ്ഞ് ഫാമിലി ബാക്ക് ഒരു ഫെസ്റ്റിവൽ ടൈമിൽ കുടുംബത്ത് പോകുന്നു, അല്ലെ തറവാട്ടിൽ പോകുന്നു, അല്ലെ അപ്പൊ അന്ന് പോയി വെളിയിലൊന്നും പോയി കഴിക്കാണ്ട് ഇതേപോലെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് എല്ലാവരോടും ഇരുന്നിട്ട് വല്ലപ്പോഴും ഒരു വർഷത്തിൽ ചിലപ്പോൾ 2-3 ടൈംസ് അതിനൊക്കെയുള്ള സമയമുള്ളൂ. ആ ഒരു ടൈമിൽ ഫാമിലി മൊമെന്റ്സ് എന്ന് പറഞ്ഞ് ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഈ കുക്കിങ്ങിലൂടെയാണ്. ഇത് എണ്ണ ചൂടായി നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പൊ ദിയ ഇതേപോലെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് അത് ബ്രേക്ക്, അല്ലെങ്കിൽ അങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇത് എത്ര നാളായിട്ട് കൃത്യമായിട്ട് അത് പാലിക്കും, അതിന്റെ ഒരു വിൽ പവർ, അല്ലെങ്കിൽ ഈ ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചീറ്റ് ഡേ ആണോ അതോ ഒരാഴ്ച ചീറ്റ് ഡേ ആയിട്ടോ, അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ആക്ച്വലി എന്താ വെച്ചാൽ നല്ല ഡയറ്റിലായിരുന്നു കുറച്ച്. പക്ഷേ ഈ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ കുറച്ച്, അവരാണ് വഴി തെറ്റിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനും ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. വെച്ചാൽ കുറച്ചാണെങ്കിലും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാന്നാണല്ലോ നമുക്ക് എപ്പോഴും. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ആളാണ്. അതാണ് ഇപ്പം ഇന്നലെ രാത്രി ആക്ച്വലി ഒരു സംഭവം ഉണ്ടായി. ഞാൻ വീട്ടിലിരുന്ന് ഞങ്ങളൊരു സിനിമ കാണാം. അപ്പൊ ഞാൻ ബ്രഷൊക്കെ ചെയ്തു, നല്ലൊരു ഗ്രീൻ ടീ കഴിച്ച് ഇനി അങ്ങോട്ട് നാളെ മുതൽ ഫുൾ ഡയറ്റ് എന്നുള്ള പ്ലാനുകളാകുമ്പോ എൻ്റെ ഒരു കൂട്ടുകാരി ദിവ്യ, അവള് ചുമ്മാ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് സജസ്റ്റ് ചെയ്തു KFC. ഇങ്ങനെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അത് ശരിയാവില്ല, നമ്മള് ഡയറ്റ് അല്ലേ. അപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കട്ട് ചെയ്തു. പക്ഷെ ചിക്കൻ എത്തിയപ്പം അറിയാതെ ചിക്കൻ എന്നെ വിളിച്ചു, വായോ അവ പിന്നെ കഴിക്കാതെ നിവർത്തിയില്ല. അതാണ് ഡയറ്റിന്റെ ചില സമയത്ത് ഇങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനെ കൊണ്ട് ചില ഹോട്ടൽസിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല നല്ല ഷെഫുകൾ ഉണ്ടാവല്ലോ, നിങ്ങളെപ്പോലെ ഇങ്ങനെ കൊതിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോൾ കഴിച്ചു പോകും. അതാണ് പ്രശ്നം. അപ്പൊ ഡയറ്റ് വലിയൊരു പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഇങ്ങനെ ഒരു ടെംപ്റ്റിംഗ് ചെയ്യും. ആരും നിർബന്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലും അറിയാതെ ആ ഫ്ലാറ്റിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് നടക്കില്ല. താളിപ്പ് റെഡി ആയിട്ടുണ്ട്, നീ കണ്ടല്ലോ. അതിന്റെ കറക്റ്റ് ആയിട്ട് സ്ലോ എപ്പോഴും ഏറ്റവും ഒരു കറിയുടെയൊക്കെ ഡിഷിന്റെ ഒരു ഫൈൻ, നിങ്ങൾ എത്ര രുചി ഉണ്ടെങ്കിലും ഈ ലാസ്റ്റ് ടെമ്പറിങ് ചെയ്യുക, അല്ലെ താളിക്കുക, കടുക് വറുക്കുക എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. അതിന്റെ എല്ലാ സാധനവും റെഡി ആയിരിക്കണം. എല്ലാവരും ഈ എണ്ണ ചൂടാക്കിയിട്ടായിരിക്കും ഉള്ളി അരിയാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും മേലത്തെ അലമാര തുറന്ന് മുളകെടുക്കുക. അപ്പോഴത്തേക്ക് അതിന്റെ ആ ഫ്ലേവറിങ് മൊത്തം പോകും. അപ്പോൾ ഈ എണ്ണ ചൂടാവുന്ന കൃത്യസമയത്ത് കടുക് പൊട്ടുക, അതിനുശേഷം ചെമന്നുള്ളി കറക്റ്റായിട്ട് ആ റോസ്റ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ കിട്ടുക. അതുപോലെ ആ റെഡ് ചില്ലി ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബ്രൗണിഷ് ആ എണ്ണയ്ക്കകത്തോട്ട് ആ റെഡ് ചില്ലിയുടെ ഫ്ലേവർ കിട്ടുക. കറിവേപ്പില ലാസ്റ്റ് ഇട്ട് ആ ഗ്രീനിഷ് കളർ കാണുമ്പോഴാണ് കാണാൻ ഭംഗി, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഓവറായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇതേ രീതിയിൽ താളിച്ചിട്ട് ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ്. സോ ഇതൊരു വെസ്റ്റേൺ കേരള ഫ്യൂഷൻ ഡിഷാണ്. ഇത് എങ്ങനെ വേണേലും കഴിക്കാം. ഇതൊരു കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്കൊരു കെനലൊക്കെ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് കുറച്ചുകൂടെ ഒക്കെ പ്ലേറ്റ് ചെയ്ത ഡിഷ്. ഒരു ഗ്രിൽ ഫിഷ് വെക്കാം, എന്നിട്ട് മീൻ കറിയുടെ ചാറുണ്ടാക്കുക. ഒരു പ്ലേറ്റിൽ ഈ ഒരു സൈഡിൽ ഈ സാധനം വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ഫിഷ് വെച്ചിട്ട് ഒരു സ്പൂണിൽ സോസൊക്കെ ഒഴിച്ചിട്ട് ഒരു ചെമ്പരത്തിപ്പൂ, സാധാരണയൊക്കെ ഷെഫ്സൊക്കെ ഈ ഷെഫൊക്കെ എഡിബിൾ ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഗാർണിഷ് ചെയ്യാറുണ്ട്. നിങ്ങൾ കാണുമല്ലോ പുതിനയില. അപ്പോൾ നിങ്ങളുടെ വീടിന് മുമ്പ് ഒരു തുളസിയിലാണെങ്കിൽ തുളസിയില വെച്ച് വെക്കാം, അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ അതൊക്കെ വെച്ചിട്ട് പ്രസന്റ് ചെയ്ത് പിള്ളേരൊക്കെ വരുമ്പോൾ ഞെട്ടിക്കുക. ഇതൊക്കെയാണ് വീടുകളിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ?
സോ നമ്മുടെ ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇത് കണ്ട കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു. ഇതിങ്ങനെ ഈ രീതിയിൽ ഇതിങ്ങനെ വരും. ഏത് രീതി വേണേലും എടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികൾ വെച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അത് എങ്ങനെ വേണേലും ഫിഷ്, മീറ്റ്, വെജിറ്റബിൾ, യുവർ ചോയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ പാൽക്കപ്പ, ബട്ടർ പാൽക്കപ്പ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് സിമ്പിൾ, നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വെച്ച് ഈ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഇനി ഒരാളൂടെ വരാറുണ്ട്. അപ്പോൾ ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരാളൂടെ വരും. അയാൾ ചിലപ്പം എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ട് അതുകൂടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട്. ഇത് ടേസ്റ്റ് ചെയ്യൂ. താങ്ക് യു. കഴിച്ചോട്ടെ. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ, വീട്ടിൽ ട്രൈ ചെയ്യാത്തവർ, കുട്ടികൾക്കാണ് ഇത് ഭയങ്കര ഇഷ്ടപ്പെടുക. നേരത്തെ പറഞ്ഞ പോലെ എന്ത് കറിയായാലും കുഴപ്പമില്ല. അപ്പോൾ കപ്പയൊന്ന് ബോയിൽ ചെയ്ത് വെക്കുക. ഉപ്പ് ലേശം ഇട്ടിട്ട് വെള്ളക്കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ എല്ലാ സംഭവങ്ങളും കളഞ്ഞിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ട് ഒരു പാനിനകത്ത് ബട്ടർ ഒഴിച്ച് ഈ കപ്പേനെ നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു സ്ലോ ഹീറ്റിൽ ഒരു 5 മിനിറ്റ്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കട്ടിയുള്ള പാലൊഴിച്ച് കുറുക്കി ഈ ഒരു ടെക്സ്ചറിലെടുക്കുക. അതിനെ വയറ്റി എടുത്തിട്ട് ഒരു പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി, വത്തൽമുളക്, കറിവേപ്പിലയിട്ട് ഒരു 2 മിനിറ്റ്സ് താളിച്ചൊഴിച്ചാൽ സിമ്പിളായിട്ട് ഈ ഒരു ബട്ടർ കപ്പ റെഡിയാണ്. ബട്ടർ കസാവ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. എന്തായാലും ട്രൈ, ഞാനും വീട്ടിൽ പോയിട്ട് ചെയ്യും. ഓക്കെ, ടേസ്റ്റ് ചെയ്യണ്ടല്ലോ, ഞാൻ കൊണ്ടുപോയി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടിപൊളി. എനിക്ക് സെക്കൻഡ് ടൈം ആണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ. അന്ന് അവിടെ വന്ന് കഴിച്ചു. പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് എനിക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. താങ്ക് യു സോ മച്ച്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു അയ്യോ ഇത് ഇത്ര ടഫാണെന്ന്. പക്ഷെ വളരെ ഈസി ആയിട്ട് ഞാനും എന്തായാലും ട്രൈ ചെയ്യും. മെസ്സേജ് ചെയ്യാം. ഓ, ഉറപ്പായിട്ടും. ദിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഷോയിൽ ഒരാളുടെ വരണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആലപ്പുഴ എന്നുള്ള വിജിയാണ്. ഒരു ഫെസ്റ്റിവലിൽ ഒരു പായസം ഉണ്ടാക്കി തുടങ്ങി. ഇപ്പം 50-ൽ പരം ഡിഫറെന്റ് പായസമൊക്കെ ആയിട്ട് ഒരു സംരംഭകയായി മാറിയ ഒരു സ്റ്റോറിയാണ്. ഡിഫറെന്റ് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണത്. യെസ്, നമുക്കപ്പോൾ ഇന്ന് വിളിക്കാം. വിജി, നമസ്കാരം, വരൂ. എൻ്റെ പേര് വിജി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. കുക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പായസമാണ് എൻ്റെ പ്രധാന ബിസിനസ്. കൂടാതെ ഞാൻ ഫുഡിൻ്റെ ട്രെയിനറും കൂടെയാണ്. കുടുംബശ്രീ കൃഷിഭവൻ്റെയൊക്കെ ട്രെയിനറും കൂടെയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അല്ലാതെ ഒരു 50-ന് മേളിൽ പായസങ്ങളൊക്കെ ചെയ്യും. ഷെഫിനെ കാണുക എന്നുള്ള എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അടിപൊളി. അതുകൂടാണ്ട് ഇത് 51 തരം ചോറുകളും ചമ്മന്തികളും, അറിയാത്ത ചോറും നുണയാത്ത ചമ്മന്തിയും, വിജി ഗോപാൽ. ഓക്കെ, പുസ്തകം എഴുതി കഴിഞ്ഞു. ഒരു സംരംഭകയായിട്ട് തുടങ്ങിയ എൻ്റെ കഥകൾ അറിയാം. ആദ്യത്തെ പുസ്തകമാണ് 51 തരം ചോറുകളും ചമ്മന്തികളും, അറിയാത്ത ചോറും നുണയാത്ത. 4-മത്തെ പുസ്തകം ചക്ക ഇല മുതൽ മുള്ളു വരെ. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഒരു ഫിഷ് അല്ലെ ഒരു മീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളൊക്കെ അറിയാം ചില ആൾക്കാർ അയല കിട്ടിക്കഴിഞ്ഞാൽ തല കഴിക്കില്ല, തല ഇഷ്ടമല്ല, വാല് ഇഷ്ടമല്ല, അതൊക്കെ കളയും. അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഏറ്റവും വലിയ ഇത് കേട്ടപ്പോൾ അതിൻ്റെ ആ ഒരു ടൈറ്റിൽ കിട്ടുമ്പോൾ ഇല മുതൽ മുള്ളു വരെ. അപ്പോൾ ചക്ക ഇല വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ടാവും, മുള്ളുണ്ടാവും, ചവണി ഉണ്ടാവും, ഈവൻ പലതും. ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ബലമായിട്ട് ഒരു 4-5 വർഷമായിട്ടുള്ള ഒഫീഷ്യൽ ബലമായിട്ട് ഒരു ഫ്രൂട്ടായിട്ട് വന്നിട്ട് ചക്കയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പുസ്തകം എഴുതി. ഓക്കെ, ഇതേ നമ്മുടെ മെയിൻ പുസ്തകങ്ങളെ കുറിച്ചല്ല, പായസമാണ്. 50-ൽ പരം പായസം ഉണ്ടാക്കിയെന്നാണ് ഞാൻ കേട്ടത്. അതെങ്ങനെയാണ് തുടക്കം പായസത്തിൻ്റെ? തുടക്കം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സിബിഷനിലാണ് ഞാൻ ചെയ്യുന്നത്. ഏത് പായസമാണ് ആദ്യം ചെയ്തത്? ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ആയിരുന്നു ആദ്യം, കുമ്പളങ്ങ. അപ്പൊ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വെറൈറ്റി പായസം അല്ല ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്ത് വാവൂ എന്നൊക്കെ പറഞ്ഞ ടേസ്റ്റ് അല്ല പായസം ഇത് തന്നെയോ? ഓ, മുളയരി. അതാണ് നമ്മളെ കൊണ്ടുവന്നതല്ലേ. അതെനിക്കറിയാം എന്തായാലും ഏറ്റവും സ്പെഷ്യൽ നമുക്കുണ്ട്. ഇത് മുളയരി പായസമാണ്. സാധാരണ നമ്മൾ പായസത്തിന് പറഞ്ഞല്ലോ തേങ്ങാപ്പാൽ. ഇതിന് പായസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഇപ്പൊ നമ്മുടെ മധുരത്തിന് ഉപയോഗിക്കുന്ന ഒന്നീ ശർക്കര അല്ലെ പഞ്ചസാര. അപ്പൊ പഞ്ചസാര
വന്നാൽ പശുവിൻ പാലായിരിക്കണം, Okay. ശർക്കര വന്നാൽ തേങ്ങാപ്പാലായിരിക്കണം. അത് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ പാലട പായസം എന്താണ്? പഞ്ചാരയാണ്, പാലാണ്. അതെ. അടപ്രഥമൻ എന്താണ്? ശർക്കരയാണ്, തേങ്ങാപ്പാലാണ്. അപ്പൊ തേങ്ങാപ്പാലും ശർക്കരയും കൂടെ ചേരുള്ളൂ. അതുപോലെ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പായസം അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനല്ലേ? അതേപോലെ പാൽ പായസത്തിന് ഏലക്ക മാത്രമേ ചേർക്കത്തുള്ളൂ, ചുക്ക് ചേർക്കത്തില്ല. അതെ, അടപ്രഥമൻ ചുക്കിയർ. പിന്നെ വേറെയും ചില ആൾക്കാർ, ഇപ്പൊ ഇതൊക്കെ പലരും അറിയില്ല. ഇപ്പൊ ഈ നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വെർമിസിലി പായസം അല്ലെ, ഏറ്റവും മെയിൻ ഈസി ടു മേക്ക്, എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് എളുപ്പം ഉണ്ടാക്കുന്ന ഈ വെർമിസിലി സേമിയ പായസം എന്ന് പറയും. ഈ സേമിയ പാല് ചേർക്കുന്ന പായസത്തിൽ ഈ ഉണക്കമുന്തിരി പോലും ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഉണക്കമുന്തിരിക്ക് പുളിപ്പാണ്, പാലും പുളിയൂടെ ചേരാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ പഴയ പാചകക്കാരൊക്കെ നമ്മൾ പോകുമ്പോൾ പണ്ടൊക്കെ ഉള്ളവർ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുള്ളൂ. ഇവിടെ നമ്മൾ കിട്ടുന്ന എല്ലായിടത്തും അരിയൊക്കെ ഇടും. ഇതിപ്പോ ഷെഫിനെ കാണാൻ വന്നോണ്ട് മാത്രമാണ് നട്ട്സ് ഒക്കെ. എന്റെ പായസത്തിൽ ഇതൊന്നുമില്ല. പക്ഷെ എന്നെ കാണാൻ വേണ്ടിട്ട് കുറെ അണ്ടിപ്പരിപ്പ്. അതല്ല, ഇന്ന് വരെ ആരും പക്ഷെ പരാതി പറഞ്ഞിട്ടില്ല, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. പായസത്തിനകത്ത് ഫോക്കസ് ചെയ്തൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുവരും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് പലതരം പായസം ഉണ്ടാക്കുന്നു, അത് ഇന്ത്യ മൊത്തം വിറ്റഴിക്കുന്നുണ്ട്. 6 മാസം കേടുകൊണ്ടിരിക്കുന്ന പായസമൊക്കെ തമിഴ്നാട്ടിൽ റിട്ടോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഓണത്തിന് ഒരു പഞ്ചായത്ത് മുഴുവൻ എന്റെ മിക്സ് ആണ് ഓണത്തിന് കൊടുത്തത്. ഓ, അടിപൊളിയാണ്. അപ്പൊ എത്ര പേർക്ക് ഒരു തൊഴിൽ ഇതിനകത്തൂടെ കിട്ടുന്നുണ്ട്? അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംരംഭം നേരിട്ടൊരു 4-5 പേർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലാതെ സൈഡായിട്ട് കുറെ പേര് നമ്മൾ അറിയാതെ തന്നെ ഇതിന്റെ വരുന്നുണ്ടല്ലേ. അപ്പൊ അതാണ് ഈ മധുരം കഴിക്കുന്നതിന്റെ, നിങ്ങൾ അറിയാലോ. അപ്പൊ മധുരം കഴിക്കാൻ മലയാളികൾക്ക് നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുക? മധുരം എന്താ പറയാ, നമ്മള് നല്ല സന്തോഷം വരുമ്പോ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മധുരമാണ്. അതേപോലെ കൂടുതലും ശർക്കര കഴിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയും, റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലേ. എനിക്കിനി പറഞ്ഞ് വർത്താനം, ഞാനത് നിങ്ങളൊക്കെ കപ്പയെ കഴിച്ചിട്ട് നിൽക്കുകയാണ്, മുളയരി പായസം. അത് സാധാരണ റെസിപ്പിന്ന് വിട്ടിച്ചിരി നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത് സ്പെഷ്യലായിട്ട്. പിന്നെ അങ്ങനെ കേരളത്തിന് പുറത്തേക്ക് പോയി തുടങ്ങിയപ്പോഴാണ് എല്ലാവരും ചോദിച്ചത് ഈ എന്നും കിട്ടാൻ എന്ത് ചെയ്യും. അങ്ങനെയാണ് ഈ 15 മിനിറ്റ് കൊണ്ട് ബോയിൽ ചെയ്ത് ചെയ്യുന്ന മിക്സുകൾ ചെയ്തു തുടങ്ങിയതും റിട്ടോട്ട് ചെയ്ത് 2 പായസങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ചച്ചക്ക കൊണ്ട് അടപ്രഥമൻ പോലെ വെക്കുന്ന ഒരു പായസവും, അതൊരു 6 വർഷം മുമ്പ് ചെയ്തത്. അതാ മുളയരിയും പച്ചച്ചക്കയും ഞാനാണ് ആദ്യമായിട്ട് റിട്ടോട്ട് ചെയ്തത്. അപ്പൊ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എക്സാം ഹാളിലൊക്കെ റിട്ടോ ടെക്നോളജിയിൽ ഇപ്പൊ ഒരു ചെറിയ രീതിയിൽ സംരംഭം തുടങ്ങി ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിനകത്തെ അടുത്ത ലെവലിലേക്ക്. അല്ല, ഞാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും എന്നെ കളിയാക്കിയിരുന്നു. കാരണം ഞാനൊരു പ്രതിസന്ധി കുടുംബത്തിലെ നമ്മുടെ ബിസിനസ്സൊക്കെ കുറച്ച് പ്രശ്നമായിരുന്ന സമയത്താണ്. അപ്പൊ ഈ ഒരു പായസം കൊണ്ടാണോ രക്ഷപ്പെടാൻ പോണത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ. പക്ഷെ ഇന്ന് വീടും വണ്ടിയും എല്ലാം വന്നത് എനിക്ക് പായസത്തിൽ. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളൊക്കെ എല്ലാവരും, നിങ്ങളൊക്കെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലരും പിന്തിരിപ്പിക്കാൻ, പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ, പലരും ഡിസ്കറേജ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് നിങ്ങൾ ഗിവപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനൊന്നും ആവൂല. അപ്പൊ വേണമെങ്കിൽ ഇല്ലേ, വലിയൊരു ഉദാഹരണമാണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ നമ്മുടെ അടുത്ത് ഡിസപ്പോയിന്റ് ചെയ്യാനുള്ള കഥകൾ പറഞ്ഞു വരും. അല്ലെങ്കിൽ അത് നീ ഇത് ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോവാണോ. അപ്പൊ നമ്മൾ പറയും, ഇന്നാളെ ഒരു ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ട ഒരു കോട്ടാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഐഡിയ പറയുമ്പോൾ അത് കേട്ട് മറ്റുള്ളവർ ചിരിക്കണം. എല്ലാ ആളുകളും അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ നാളെ നമ്മൾ വേറെ ലെവലിൽ കാണുമ്പോ അതേ ആൾക്കാരെ. അല്ല, ഫാഷൻ ഡിസൈനിങ് ആണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് നീ പായസം വെച്ചാണോ ഇനി ജീവിക്കാൻ പോകുന്നുള്ള അങ്ങനെ ചില പത്രക്കാരൊക്കെ എഴുതിയിരുന്നു, ഇപ്പം പായസത്തിലാണ് ഡിസൈനിങ്. സാധാരണ കുക്കറി ഷോയേക്കാൾ കൂടുതൽ ഷെഫിന്റെ വീട്ടിൽ ചെയ്യുന്ന ചില വീഡിയോകൾ ഞാൻ വീണ്ടും വീണ്ടും കാണാറുണ്ട്. ഫാമിലിയിൽ ചെയ്യുന്ന കുറെ കറികളൊക്കെ ചെയ്ത്. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും ഷെഫിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ഈ ഒരു ഷോയിൽ വന്നു, നിങ്ങളുടെ കുറെ കഥകൾ പറഞ്ഞു കേട്ടു. അതുപോലെ ഈ ഒരു സംരംഭം, ഇതൊക്കെ ഒരു ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ്. അപ്പോ ഒരിക്കൽ കൂടി നന്ദി രണ്ടുപേർക്കും. എനിക്ക് നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. അതുപോലെ ഈ ഒരു സംരംഭം ഒരുപാട് പായസം മലയാളികൾക്കും മലയാളികളല്ലാത്തവർക്കെല്ലാം ഈ ഒരു പായസ രുചികൾ എത്തട്ടെ. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പുതിയൊരു ലക്കത്തിൽ
കാണാം. ഇതുപോലുള്ളൊരു ഇനി കഥകൾ ഞാൻ വരും. ഇതുപോലെ കഥകളുമായിട്ട് ഞങ്ങൾ എത്തും. താങ്ക് യു സോ മച്ച്.